وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. ദർസുൽ ഖുർആനിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ റമദാനിന് ശേഷം നമ്മൾ നിർത്തിവെച്ച ദർസുൽ ഖുർആനിൻ്റെ പ്രതിവാര ക്ലാസ് ഇന്ന് മുതൽ പുനരാരംഭിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത് സൂറത്തുൽ ജുമുഅ അധ്യായമാണ്. ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 61-ാമത്തെ അധ്യായം സൂറത്തു സൊഫ്, അതിലെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ്. എല്ലാ ബുധനാഴ്ചകളിലും നമ്മൾ എടുക്കുന്ന ഈ ദർസുൽ ഖുർആനിൻ്റെ പ്രധാന ഉദ്ദേശ്യം ഖുർആനിൽ മനുഷ്യർക്കായി അള്ളാഹു അവതരിപ്പിച്ച വചനങ്ങൾ, ഈ വചനങ്ങളുടെ അവ ഉൾക്കൊള്ളുന്ന ഏകദേശ ആശയങ്ങളെങ്കിലും നമ്മൾ മനസ്സിലാക്കുകയും അവ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനായി വിശുദ്ധ ഖുർആനിൻ്റെ വിശകലനം എന്നുള്ള നിലക്ക് നമ്മൾ ആരംഭിച്ചിട്ടുള്ള ഈ ക്ലാസ് ഏതാനും വർഷങ്ങളായി തുടർന്നു പോരുകയാണ്. കഴിഞ്ഞ റമദാനിൻ്റെ അവസാനത്തിൽ താൽക്കാലികമായി നമ്മൾ നിർത്തിവെച്ചിരുന്ന ഈ ക്ലാസ് ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് എല്ലാ ബുധനാഴ്ചകളിലും വിശുദ്ധ ഖുർആനിലെ 3-4 ആയത്തുകൾ വിശദീകരിക്കുന്ന, പഠിക്കാൻ സഹായകമാകുന്ന ഈ ക്ലാസ് നമ്മൾ വീണ്ടും പുനരാരംഭിക്കുകയാണ്. 61-ാമത്തെ അധ്യായമാണ് സൂറത്ത് സൊഫ്. സൊഫ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അണി അല്ലെങ്കിൽ വരി എന്നൊക്കെയാണ്. നമ്മൾ നമസ്കാരത്തിന് സൊഫുകളായി നിൽക്കും. അതുപോലെ തന്നെ സൈനികരെ സജ്ജമാക്കുമ്പോൾ അവരുടെ ലൈൻ തെറ്റാതെ അണിയണിയായി വളരെ ചിട്ടയോടെ സൈന്യത്തെ തയ്യാറാക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ എല്ലാ ആശയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ അധ്യായത്തിൽ ചില കാര്യങ്ങൾ അള്ളാഹു സത്യവിശ്വാസികളോട് വിശദീകരിക്കുകയാണ്. അതിൽ 1 മുതൽ 4 വരെയുള്ള ആയത്തുകൾ ചെറിയ രൂപത്തിൽ ഇന്ന് വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ 1-ാമത്തെ ആയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. 1 മുതൽ 4 വരെയുള്ള ആയത്തുകളിൽ 3 പ്രധാന കാര്യങ്ങളാണ് അള്ളാഹു വിശദീകരിക്കുന്നത്. ആ 3 കാര്യങ്ങൾ, അതിലൊന്ന്, 1-ാമത്തെ ആയത്തിൽ അള്ളാഹു എല്ലാ മനുഷ്യരോടുമായി പൊതുവായി പറയുന്ന ഒരു കാര്യം, മനുഷ്യർ മാത്രമല്ല ആകാശഭൂമികളിലെ എല്ലാം അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു എന്നുള്ള പരമമായ ഒരു സത്യത്തെ സംബന്ധിച്ചാണ്. ഈ അധ്യായം ആരംഭിക്കുന്നത് സബ്ബഹ ലില്ലാഹി,
അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു എന്നതാണ്. അപ്പോൾ തസ്ബീഹ് അല്ലെങ്കിൽ സബ്ബഹ എന്ന പദം കൊണ്ട് ആരംഭിക്കുന്ന അധ്യായങ്ങളെ അൽ മുസബ്ബിഹാത്ത് എന്ന് പറയപ്പെടാറുണ്ട്. അത്തരം അധ്യായങ്ങളിൽ പെട്ടതാണ് സൂറത്തു സൊഫ്. ഇവിടെ ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു പൊതുവായ ഒരു കാര്യം മനുഷ്യനെ ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യരെ സംബന്ധിച്ച് അവർക്ക് പ്രവാചകന്മാർ വരികയും വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെടുകയും ചെയ്ത ഒരു വിഭാഗമാണ് മനുഷ്യരും ജിന്നുകളും. അവർക്ക് അള്ളാഹു അതിലൂടെയുള്ള കൽപ്പനകളും നിർദ്ദേശങ്ങളും നൽകുക വഴി അവ അനുസരിക്കുകയും അവയോട് അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുന്ന മനുഷ്യർ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പൊതുവായി അള്ളാഹു മനുഷ്യരെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, സബ്ബഹലില്ലാഹി, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു, അവന് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുന്നു. മാഫിസ് സമാവാതി വൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാവരും. അപ്പം എന്തൊക്കെ ജന്തുജാലങ്ങളുണ്ടോ അവയെല്ലാം അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു എന്ന പൊതുവായ ഒരു കാര്യം അള്ളാഹു മനുഷ്യരെ അറിയിക്കുകയാണ്. ഖുർആനിന്റെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഈ ഒരു വിഷയത്തെ പ്രതിപാദിക്കുന്നുണ്ട്. അതിന്റെ ചുരുക്കം, എല്ലാ ജന്തുജാലങ്ങളും മനുഷ്യരും എല്ലാവരും അള്ളാഹുവിനെ, അവയുടെ സൃഷ്ടാവായ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു എന്നും, എന്നാൽ പലതിൻ്റെയും പ്രകീർത്തനത്തിന്റെ രീതിയും സ്വഭാവവും എങ്ങനെയാണ് എന്ന് മനുഷ്യർക്കോ ജിന്നുകൾക്കോ അറിയുകയില്ല എന്ന ഒരു കാര്യവും അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയുന്നില്ല, നമ്മൾ കാണുന്നില്ല എന്ന ഒരു കാര്യത്തെ നമ്മൾ നിഷേധിക്കേണ്ടതില്ല. എല്ലാം അള്ളാഹുവിന് കീഴ്പ്പെട്ടതാണ് അവന്റെ ജീവജാലങ്ങളെല്ലാം, അവന്റെ സൃഷ്ടികളെല്ലാം എന്ന് മനുഷ്യനെ തെര്യപ്പെടുത്തുകയാണ്. സൂറത്ത് ഇസ്രായിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നുണ്ട്, തുസബ്ബിഹു ലഹുസ് സമാവാതു സബ്ഉ, 7 ആകാശങ്ങളും അതുപോലെ തന്നെ വൽ അർള്, ഭൂമിയും അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു. വമൻ ഫീഹിന്ന, അവയിലുള്ളതെല്ലാം അതേപോലെ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു. വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ, ഒരു ജീവജാലവും അല്ലെങ്കിൽ ഒരു വസ്തുവും അള്ളാഹുവിനെ പ്രകീർത്തിക്കാത്തതായിട്ടില്ല. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹകും, പക്ഷേ അവയുടെയൊന്നും ആ പ്രകീർത്തനം, സ്തുതികീർത്തനം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്ന് അള്ളാഹു നമ്മളോട് പറയുമ്പോൾ, നമ്മൾക്കറിയാത്ത, നമ്മൾക്ക് കാണാൻ കഴിയാത്ത ഒരു കാര്യത്തെ നമ്മൾ നിഷേധിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ സൃഷ്ടികളായ മനുഷ്യരും ജിന്നുകളും മാത്രമല്ല, സർവ്വജന്തുജാലങ്ങളും, ആകാശങ്ങളിലുള്ള മലക്കുകളും ഭൂമിയിലുള്ള മറ്റു ജീവജാലങ്ങളെല്ലാം, ആകാശങ്ങളും ഭൂമിയും തന്നെ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു എന്ന പരമമായ ഒരു സത്യം അള്ളാഹു മനുഷ്യകുലത്തെ അറിയിക്കുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഈ വിഷയകമായി വന്നിട്ടുള്ള ചില ആയത്തുകൾ ഇങ്ങനെയാണ്. സൂറത്ത് അംബിയ 20-ാം ആയത്തിൽ അള്ളാഹു പറയുന്നു, മലക്കുകൾ രാവും പകലും അള്ളാഹുവിന് തസ്ബീഹ് നടത്തുന്നു എന്ന്. അതേപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നത്, പർവ്വതങ്ങളും പറവകളും അള്ളാഹുവിന് തസ്ബീഹ് നടത്തുന്നു എന്നതാണ്. വേറെ ഒരു സ്ഥലത്ത് പടച്ചവൻ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇടിനാദം അവനെ സ്തുതിക്കുന്നതോടൊപ്പം അവനെ പ്രകീർത്തിക്കുന്നു എന്നും, അവനെ പറ്റിയുള്ള ഭയത്താൽ മലക്കുകളും അവനെ പ്രകീർത്തിക്കുന്നു എന്ന് സൂറത്തുർ റഅദില് അള്ളാഹു വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ ആകാശഭൂമികളിലുള്ള എല്ലാ ജീവികളും മലക്കുകളും സുജൂദ് ചെയ്യുന്നു എന്ന് 16-ാം അധ്യായത്തിൽ അള്ളാഹു പറയുന്നു. അപ്പൊ ചുരുക്കത്തിൽ ഈ പ്രപഞ്ചത്തിലെ പടച്ചവന്റെ സകലമാന സൃഷ്ടികളും അവയുടേതായ സ്വഭാവത്തോടും അവയ്ക്ക് അള്ളാഹു നിശ്ചയിച്ച രീതിയിലും അള്ളാഹുവിനെ സ്തുതിക്കുകയും പ്രകീർത്തനം നടത്തുകയും ചെയ്യുന്നു എന്ന ഒരു കാര്യം ഈ 1 മുതൽ 4 വരെയുള്ള
ആയത്തുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമതായി മറ്റൊരു കാര്യം അള്ളാഹു രണ്ടാമത്തെയും മൂന്നാമത്തെയും ആയത്തുകളിലൂടെ മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം. ഓർമ്മപ്പെടുത്തുന്ന എന്ന് പറയാനുള്ള കാരണം മനുഷ്യനൊരു താക്കീതായി അള്ളാഹു അവനോട് പറയുകയാണ്. അതെന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. ഈ രണ്ട് ചെറിയ ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്ന കാര്യം, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട്, ലിമ തഖൂലൂന, നിങ്ങൾ എന്തിനു പറയുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് പറയുന്നു, മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്ത കാര്യം. ഈ ഒരു കാര്യം എന്നുള്ളത് ഗൗരവത്തോടെ, പ്രത്യേകിച്ച് സത്യവിശ്വാസികൾക്ക് ചേർന്നതല്ലാത്ത ഒരു പണി, ആ ഒരു പ്രവൃത്തിയെ സംബന്ധിച്ച് അള്ളാഹു അവരെ താക്കീത് ചെയ്യുകയാണ്. ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്ത കാര്യം എന്തിനാണ് നിങ്ങൾ പറയുന്നത് എന്ന വളരെ ഗൗരവതരമായൊരു ചോദ്യം അഭിസംബോധന ചെയ്യുന്നത് സത്യവിശ്വാസികളെ മാത്രമാണ്. കാരണം അവരാണ് അള്ളാഹുവുമായി കരാർ ചെയ്തിട്ടുള്ള ആളുകൾ, അവരാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾ, അവന്റെ കൽപ്പനകൾ സ്വീകരിക്കാനും വിലക്കുകളെ വർജിക്കുവാനും കടപ്പെട്ടവർ. അതുകൊണ്ട് അവരെ വിളിച്ചു പടച്ചവൻ ചോദിക്കാട്ടോ, എന്ത്? അള്ളാഹുവിന്റെ നിങ്ങൾ പറയാത്തൊരു കാര്യം നിങ്ങൾ എന്തിനു സംസാരിക്കുന്നു എന്നത് ആശയം സ്പഷ്ടമായ ഗൗരവമർഹിക്കുന്ന ഒരു പൊതു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ നമ്മൾ വിശ്വാസികൾ ബാധ്യസ്ഥരാണ്. അപ്പൊ നമുക്കറിയാം, ഒരു വാഗ്ദത്വം, അതല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്ന ഒരു ശപഥം, അഥവാ ഒരു സത്യം, അതല്ലെങ്കിൽ ഒരു സത്യവിശ്വാസി അവന്റെ ജീവിതത്തിൽ നിർവഹിക്കുന്ന ഒരു നേർച്ച, ഇങ്ങനെ എന്തൊന്നാണെങ്കിലും അതൊക്കെ അയാൾ ശപഥം ചെയ്യുകയോ പറയുകയോ തീരുമാനിക്കുകയോ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. ആ കാര്യങ്ങൾ, അവയെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാമെന്ന്, അല്ലെങ്കിൽ അത്തരം നല്ല കാര്യങ്ങൾ ചെയ്യാമെന്ന് ഒരു സത്യവിശ്വാസി പറഞ്ഞാൽ, അവന്റെ വായ കൊണ്ട് പറഞ്ഞാൽ, അവന്റെ മനസ്സുകൊണ്ട് അവൻ തീരുമാനിച്ചാൽ, അവനത് ചെയ്തിരിക്കണം. അത് നിർബന്ധമാണ് എന്നാണ് അള്ളാഹു ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം. കാരണം പറയുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കുക എന്നുള്ളത് അള്ളാഹുവിന് വലിയ ക്രോധമുള്ള കാര്യമാണ് എന്ന് അതിന് ശേഷം പറയുന്നു. കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്ത കാര്യം പറയുക എന്നുള്ളത് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ കോപം ഉള്ള, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ കുറ്റകരമായ ഒരു കാര്യമാണ്, അള്ളാഹുവിന് വളരെ ക്രോധമുണ്ടാക്കുന്ന കാര്യമാണ് എന്നാണ് ഇവിടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം. ഈ ആയത്ത് അവതരിക്കാൻ ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ ഈ ആയത്ത് കൊണ്ട് എന്താണ് സത്യവിശ്വാസികളോട് അള്ളാഹു ഉദ്ഘോഷിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ അനുമതി കിട്ടിയാൽ യുദ്ധം ചെയ്യാമായിരുന്നു എന്ന് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ചില ആളുകൾ ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായി. അങ്ങനെ യുദ്ധത്തിന് പിന്നീട് അവരോട് കൽപ്പിക്കപ്പെട്ടപ്പോൾ, അഥവാ നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെട്ടു കൊള്ളുക എന്ന് അള്ളാഹു അവരോട് കൽപ്പിച്ചപ്പോൾ, ചില ആളുകൾക്കെങ്കിലും വലിയ പ്രയാസമുണ്ടാവുകയും അവരെന്തു ചെയ്തു? അവർ ആ യുദ്ധത്തിന് പോകാതെ മാറി നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ യുദ്ധത്തിന് കൽപ്പിക്കപ്പെട്ടപ്പോൾ ചിലർക്ക് അതൊരു വലിയ പ്രയാസകരമായ ഒരു കാര്യമായി അനുഭവപ്പെട്ടു. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത് എന്നാണ് മുഫസ്സിരികൾ വിശദീകരിക്കുന്നത്. അവ യുദ്ധം അനുവദിക്കപ്പെട്ടിട്ടില്ലാത്തൊരു കാലത്ത് തങ്ങൾക്ക് യുദ്ധത്തിന് അനുമതി കിട്ടിയാൽ യുദ്ധം ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞിരുന്ന ചില ആളുകൾ ധർമ്മസമരത്തിന് അള്ളാഹു അനുമതി നൽകിയപ്പോൾ, കൽപ്പന നൽകിയപ്പോൾ അവർക്കത് വല്ലാത്തൊരു പ്രയാസമായി അനുഭവപ്പെടുകയും അവരതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു. അങ്ങനെയുള്ള
അത്തരം ചില ആളുകളെ അതുപോലെ ചെയ്യുന്ന ആളുകൾക്ക് ഒരു താക്കീതായിട്ടാണ് അള്ളാഹു ചോദിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, അവരാണല്ലോ സത്യവിശ്വാസികളാണല്ലോ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുക. അപ്പൊ അങ്ങനെയുള്ള സത്യവിശ്വാസികളെ വിളിച്ച് പ്രത്യേകമായി അള്ളാഹു ചോദിക്കുന്ന ഒരു കാര്യം, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്ത കാര്യം നിങ്ങൾ എന്തിനാ പറയുന്നത്? അതൊരു വിശ്വാസിയുടെ സ്വഭാവ ഗുണങ്ങൾക്ക് ചേർന്നതല്ല. അത് പ്രത്യേകമായി അള്ളാഹു എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഈ പറഞ്ഞ സ്വഭാവം യഥാർത്ഥത്തിൽ കപടവിശ്വാസികളുടെ, മുനാഫിക്കുകളുടെ സ്വഭാവങ്ങളിൽപ്പെട്ടതാണ്. നബി തിരുമേനി പറഞ്ഞു, ആയത്തുൽ മുനാഫിഖി സലാസ, കപടവിശ്വാസിയുടെ ലക്ഷണങ്ങൾ 3 എണ്ണമാണ്. അതിൽ പറയുന്ന ഒരു കാര്യം, സംസാരിച്ചാൽ അവൻ കളവ് പറയും, വിശ്വസിച്ചാൽ ചതിക്കും, കരാർ ചെയ്താൽ ലംഘിക്കും. അപ്പൊ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ അത് ലംഘിക്കുക, സംസാരിച്ചാൽ കളവ് പറയുക, ഇങ്ങനെയുള്ളതൊക്കെ വിശ്വാസികൾക്ക് ചേർന്ന ഗുണങ്ങളല്ല എന്നും അതൊക്കെയും മുനാഫിക്കുകളുടെ ലക്ഷണങ്ങളാണ് എന്നും അള്ളാഹു സത്യവിശ്വാസികളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സംസാരങ്ങളിൽ, നമ്മളൊരാൾക്ക് കൊടുക്കുന്ന വാക്കുകളിൽ, നമ്മൾ മനസ്സിലെടുക്കുന്ന നല്ല കാര്യങ്ങൾ ചെയ്യാമെന്ന തീരുമാനങ്ങളിൽ നമ്മൾ പിന്നീട് അത് ലംഘിക്കുമ്പോൾ അത് വലിയ അള്ളാഹുവിന് ക്രോധമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് ഇവിടെ എല്ലാവരെയും അള്ളാഹു പൊതുവായി ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ മക്കളോട് വരെ, അതല്ലെങ്കിൽ മറ്റുള്ളവരോട് നമ്മൾ പറയും, പല വാഗ്ദാനങ്ങൾ നൽകും. മക്കൾ അവനെ പലതും പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വിളിക്കും, നീ ഇങ്ങോട്ട് വാ, നിനക്ക് ഞാൻ തരാം എന്ന് പറയും. പക്ഷെ അവർ ഒരുപക്ഷെ നമ്മളൊന്നും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ചെറിയ മക്കളോട് പോലും പലപ്പോഴും അങ്ങനെ പറയുന്നത് അത് നല്ല ഒരു സ്വഭാവമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന എത്രയോ സംഭവങ്ങളുണ്ട്. ആമിർ ബിൻ റബിയ റളിയല്ലാഹു അൻഹു പറയുന്നൊരു സംഭവം ഇങ്ങനെയാണ്. അദ്ദേഹം പറയാണ്, ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ അടുക്കലേക്ക് വരികയുണ്ടായി. ഞാൻ കളിക്കുവാൻ വേണ്ടി പുറത്തു പോയിരുന്ന ഒരു സന്ദർഭം എൻ്റെ ഉമ്മ എന്നോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നീ ഇങ്ങോട്ട് വാ, നിനക്ക് ഞാൻ തരാം. ആ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾക്കുകയുണ്ടായി. അദ്ദേഹം ആമിറിന്റെ മാതാവിനോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ അവന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അവർ പറഞ്ഞു, കാരക്ക കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ അന്വേഷിക്കുകയാണ്, എന്താണ് നിങ്ങൾ അവന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? പലപ്പോഴും നമ്മളൊക്കെ മക്കളെ വിളിക്കാറുണ്ട്, നീ ഇങ്ങോട്ട് വാ, നിനക്ക് ഞാൻ തരാം. അതൊരു വെറുതെയുള്ള ഒരു സംസാരമാണ്, പലപ്പോഴും അങ്ങനെയാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷെ അതുപോലും സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ മാതാവിനോട് അതാണ് പ്രവാചകൻ, അതങ്ങനെ ആയിരിക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് പ്രവാചകൻ ചോദിക്കുക, എന്താ നിങ്ങൾ അവന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ആ മാതാവ് പറഞ്ഞു, ഞാൻ അവന് കാരക്ക കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ നബി തിരുമേനി പറയാട്ടോ, എന്നാൽ അങ്ങനെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാരക്ക അവന് കൊടുത്തില്ലെങ്കിൽ അത് നിങ്ങളുടെ പേരിൽ ഒരു കളവായി എഴുതപ്പെടുമായിരുന്നു എന്ന്. ഇതാണ് സംസാരിച്ചാൽ കളവ് പറയുക, ഒരാൾക്കൊരു വാക്ക് കൊടുത്താൽ അത് ലംഘിക്കുക, അതിൻ്റെയൊക്കെ ഗൗരവം അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ചരിത്ര സംഭവങ്ങളൊക്കെ ഉദാഹരിക്കുന്നത്. ഇവിടെ സത്യവിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ സ്വഭാവം എന്തുമാത്രം വിശുദ്ധമായിരിക്കണമെന്ന് അവരെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇടും. എന്നിട്ട് അള്ളാഹു അവരോട് പറയുന്നത് എന്താ അറിയോ? കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്തൊരു കാര്യം പറയുക എന്നുള്ളത് അത് അള്ളാഹുവിന് വലിയ ദേഷ്യമുള്ള കാര്യമാണ്. അള്ളാഹുവിന് ദേഷ്യം ഉണ്ടാകുന്ന കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ, തീർച്ചയായും. അപ്പൊ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇനി മൂന്നാമത് പറയുന്ന കാര്യം അത് 4-ാമത്തെ ആയത്തിലാണ് വ്യക്തമാക്കുന്നത്. ആ 4-ാമത്തെ ആയത്ത് ഇങ്ങനെയാണ്, ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫ്ഫാ കഅന്നഹും ബുന്യാനും മർസൂസ്.
ഈ ആയത്തിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥം എന്താ അറിയോ? ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന, അള്ളാഹു ഇഷ്ടപ്പെടുന്നു ഒരു കൂട്ടരെ. ആരാണ് ആ കൂട്ടർ? യുഖാത്തിലൂന ഫീ സബീലിഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന പോരാളികളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. എങ്ങനെ യുദ്ധം ചെയ്യുന്ന? പ്രത്യേകമായി എടുത്തു പറഞ്ഞൊരു കാര്യം, സഫ, അണിയണിയായി, തങ്ങളുടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ വളരെ വ്യവസ്ഥാപിതമായി അണിയണിയായി ഒരുമയോടെ യുദ്ധം ചെയ്യുന്നവരെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, കഅന്നഹും ബുന്യാനും മർസൂസ്, അഥവാ ഉറച്ച ഒരു കെട്ടിടം പോലെ എല്ലാവരും ഒരുമിച്ച് അണിയണിയായി യുദ്ധം ചെയ്യുന്ന അത്തരം വിഭാഗങ്ങളെ, ആളുകളെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു എന്ന്. ഇത് മൂന്നാമത് പരാമർശിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ നമുക്കറിയാം, വരികൾക്കിടയിൽ വിടവില്ലാതെ യുദ്ധത്തിനു വേണ്ടി അണി ശരിയാക്കുന്ന സന്ദർഭങ്ങളിൽ പണ്ടു മാത്രമല്ല ഈ കാലഘട്ടത്തിലും നമുക്കറിയാം, റിപ്പബ്ലിക് ഡേയിലും അതുപോലെ തന്നെ സൈന്യത്തെ അല്ലാത്ത സമയങ്ങളിൽ സജ്ജമാക്കുമ്പോഴൊക്കെ അവരുടെ അണികൾ വളരെ കൃത്യമായി ഒരൊറ്റ വരി പോലെ ആയിരക്കണക്കിന് ആളുകൾ നിന്നാലും ഒരൊറ്റ ലൈൻ പോലെ, ഒരൊറ്റ വര പോലെ നമുക്ക് അനുഭവപ്പെടുന്ന അത്രയും സൂക്ഷ്മതയും കൃത്യതയും എന്തിനാണ് ആ സൈന്യത്തിൽ അണികൾക്ക് അങ്ങനെ ക്രമീകരിക്കുന്നത്? എന്തിനാ? അത് കേവലം ഒരു രസത്തിനു വേണ്ടിയോ ഒരു കാഴ്ചക്ക് വേണ്ടിയോ അല്ല. അതിലൊരുപാട് ഘടകങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട്. ഈ സൈന്യത്തിനുണ്ടായിരിക്കേണ്ട അച്ചടക്കവും ആ സൈന്യത്തിനുണ്ടായിരിക്കേണ്ട തയ്യാറെടുപ്പും സൂചിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇത്രയും കൃത്യമായ ഒരു സൈന്യത്തെ ശത്രു സൈന്യം കാണുമ്പോൾ അവർ ഭയവിഹ്വലരാവുകയും ഈ സൈന്യത്തെക്കുറിച്ച് അവരുടെ മനസ്സുകളിൽ ഭയവും ആശങ്കയും ഉണ്ടാക്കുവാൻ അതുകൊണ്ട് സാധിക്കുകയും ചെയ്യും. അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുമയോടെ ഒരു ബിൽഡിങ്ങിൽ, ഒരു കെട്ടിടത്തിൽ അതിന്റെ ഇഷ്ടികകൾ അതിനെങ്ങനെ ഒരുമിച്ച് നിർത്തുന്നുവോ ആ രീതിയിൽ ഒരൊറ്റ കെട്ടിടം പോലെ ഒരുമിച്ച് നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുക എന്നുള്ളത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ് എന്നതാണ്. എവിടെയും ഈ കൃത്യതയും ഈ ഒരു മര്യാദ, ഈ ഒരു ചിട്ടയും ആവശ്യമാണ്. ഇതിപ്പോ ഒരു യുദ്ധത്തിന് പോകുമ്പോൾ മാത്രമല്ല. നമുക്കറിയാം, സത്യവിശ്വാസികളെ സംബന്ധിച്ച് അവന്റെ ആദ്യമായി ഏറ്റവും പ്രഥമമായി ചെയ്യുന്ന ഒരു കാര്യം നമസ്കാരമാണല്ലോ. ഒരു ദിവസത്തിൽ നിർബന്ധമായും 5 നേരം അവൻ ജമാഅത്തായി നിർവഹിക്കുന്ന, അണികൾ ശരിപ്പെടുത്തി അവൻ നിർവഹിക്കുന്ന നമസ്കാരം, ആ നമസ്കാരത്തിൽ പോലും ഈ കൃത്യതയും കണിശതയും ആവശ്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രയോ വചനങ്ങളിലൂടെ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊരു വചനം ഇങ്ങനെയാണ്, ല തസുവന്ന സുഫൂഫക്കും ഔ ലയുഖാലിഫന്നല്ലാഹു ബൈന വുജൂഹിക്കും, നിങ്ങളുടെ അണികൾ, നിങ്ങളുടെ സൊഫുകൾ നിങ്ങൾ ശരിപ്പെടുത്തണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശങ്ങളിലും ഗതികളിലുമൊക്കെ അള്ളാഹു ഭിന്നിപ്പുണ്ടാക്കും എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ കർമ്മം നിർവഹിക്കുമ്പോൾ വളരെ കൃത്യതയോടെ അണികൾ ശരിപ്പെടുത്തി വളരെ ചിട്ടയോടെ നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിലാണല്ലോ അവിടെയും നിൽക്കുന്നത്. സൈന്യം മറുസൈന്യത്തിന് ഏറ്റുമുട്ടാൻ പോകുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു ഉദ്ദേശമുണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ പ്രീതിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ ജിഹാദ് എന്ന് പറയുന്ന ധർമ്മസമരത്തിന് പുറപ്പെടുന്നത് എന്ന്. ആ ഒരു നിയ്യത്ത് തന്നെയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ നമസ്കരിക്കുന്നവന്റെ മുമ്പിൽ, അല്ലെങ്കിൽ അവന്റെ മനസ്സിലുള്ളത്, ഞാൻ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ അവന്റെ അണികൾ ശരിപ്പെടുത്താനും അവർക്കിടയിൽ വിടവില്ലാതെ, സഫുകൾക്കിടയിൽ വളവില്ലാതെ നിൽക്കാനും ഒരു സത്യവിശ്വാസി കടപ്പെട്ടിരിക്കുന്നു. പക്ഷേ പലപ്പോഴും ഒരു അരോചകമായി പല ആളുകളും കാണുന്നു. പരിഷ്കാരത്തിന് വിരുദ്ധമാണോ എന്ന് ചിന്തിക്കുന്നവരും വിരളമല്ല. പക്ഷേ ഇതൊരു സമൂഹത്തിന്റെ, ഇതൊരു ആരാധനയുടെ, ഇതൊരു കൂട്ടായ്മയുടെ കെട്ടുറപ്പിന്റെയും അവരുടെ ചിട്ടയുടെയും ഭാഗമായി മനസ്സിലാക്കുമ്പോൾ, അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും മുമ്പിൽ അവരുടെ കൽപ്പനയായി കാണുമ്പോൾ അവർക്കതിൽ സന്തോഷവും
അത് നിർവഹിക്കാൻ അവർ മുന്നോട്ട് വരികയും ചെയ്യും. പക്ഷേ പലപ്പോഴും ഇതിന് വേണ്ടത്ര ഗൗരവം മുമ്പത്തേതുപോലെ സഹാബത്ത് കാണിച്ചതുപോലെ ഒരു ഗൗരവം ഇന്ന് ഈ വിഷയത്തിൽ കാണിക്കപ്പെടുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇന്ന് മുസ്ലിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാനോ ശത്രുവിനെതിരെ ഒരുമിച്ചൊരു നിലപാടെടുക്കാൻ സാധിക്കാത്ത വിധം പല സംഘടനകളും പല വിഭാഗങ്ങളുമായി അവർ വേർപിരിഞ്ഞിരിക്കുകയാണ്. മുസ്ലിം സമൂഹത്തിന് മൊത്തത്തിൽ ഒരു വിഷയം വരുമ്പോൾ പോലും അവർക്കൊന്നിച്ചു നിൽക്കാൻ ആ അണികളിലുള്ള ഭിന്നത പോലെ തന്നെ അവിടെ മനസ്സുകളിലും അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ ഭിന്നത ഉണ്ടായോ എന്ന് സംശയിക്കുമാറ് ഒരുമിച്ചിരിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് സമൂഹം എത്തിപ്പെടുന്നു. നമുക്കറിയാം, മുസ്ലിങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിലാകട്ടെ ഇസ്ലാമിന്റെ ശത്രുക്കളോടുള്ള സമീപനങ്ങളിലാകട്ടെ പരസ്പരം യോജിച്ചു പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ എന്ന് മുസ്ലിങ്ങളിലെ ഓരോ വ്യക്തിയുമാണ് ചിന്തിക്കേണ്ടത്. നിസ്സാരമായി നിർവഹിക്കാവുന്ന നമസ്കാരങ്ങളിൽ പോലും ഈ അണി ശരിപ്പെടുത്താൻ സാധിക്കാത്തവർ വലിയ വലിയ കാര്യങ്ങളിൽ പിന്നെ എങ്ങനെ അവർക്കൊന്നിച്ചു നിൽക്കാൻ കഴിയും? നബി തിരുമേനി പറഞ്ഞല്ലോ, നിങ്ങളുടെ സൊഫുകൾ അണികളെ നിങ്ങൾ നേരെ നിർത്തുക. ഇല്ല എങ്കിൽ നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ, നിങ്ങളുടെ മുഖങ്ങൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിയ്യത്തുകൾക്കിടയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ, നിങ്ങളുടെ ചിന്താഗതികൾക്കിടയിൽ, നിങ്ങളുടെ നിലപാടുകൾക്കിടയിൽ ഈ ഭിന്നതയുണ്ടാകും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ നിർവഹിക്കുന്ന ഈ അണി ശരിപ്പെടുത്തി നിർവഹിക്കുന്ന ജിഹാദ് പോലെയുള്ള ഏതൊരു കർമ്മവും അത് അള്ളാഹുവിന് ഏറെ ഇഷ്ടകരമാണ്. പ്രത്യേകിച്ച് അള്ളാഹു എടുത്തു പറഞ്ഞത് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുഖാത്തിലൂന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആളുകൾ. അപ്പൊ ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് 1 മുതൽ 4 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു പറയുന്നത്. ഒന്ന്, അള്ളാഹുവിന്റെ സകലമാന സൃഷ്ടികളും അള്ളാഹുവിന് സ്തോത്രകീർത്തനം നടത്തുന്നു, അവനെ പ്രകീർത്തിക്കുന്നു. രണ്ടാമത്തേത്, സത്യവിശ്വാസികളെ സംബന്ധിച്ച് അവരെ ചെയ്യാത്തൊരു കാര്യം അവര് പറയാൻ പാടില്ല, അത് അള്ളാഹുവിന് ഏറെ ക്രോധമുള്ള കാര്യമാകുന്നു എന്നതാണ്. മൂന്നാമത്തേത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൃത്യതയും ചിട്ടയോടും അണി ശരിപ്പെടുത്തിക്കൊണ്ടും നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കർമ്മവും അള്ളാഹുവിന് ഏറെ ഇഷ്ടകരമാണ് എന്നത്. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അവ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇൻഷാ അള്ളാഹ് ഇതിലെ ബാക്കി വചനങ്ങൾ തുടർന്നുള്ള ക്ലാസ്സുകളിലൂടെ നമുക്ക് വിശദീകരിക്കാം. എല്ലാ ബുധനാഴ്ചകളിലും സൗദി സമയം 11:15 നാട്ടിലെ ഇന്ത്യ സമയം 1:45 വളരെ കുറഞ്ഞ സമയം നമുക്ക് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ ഏതാനും ആയത്തുകൾ എല്ലാ ആഴ്ചയിലും പഠിക്കുന്നത് നമ്മുടെ ഇഹലോകത്തിനും പരലോകത്തിനും ഗുണകരമായിരിക്കും. ജീവിതത്തിൽ അത് പകർത്താൻ അത് സഹായകമാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.